ഈ കഴിഞ്ഞ മാർച്ച് വരെ വിവിധ പാർട്ടികളുടെ പ്രതിനിധികളെ വെച്ച് ഭരണം നടത്തിയ ഒരു ബാങ്കാണിത്. അത് പരസ്പരം ഒരു ധാരണയിൽ അവർ ഭരണസമിതികളെ നിശ്ചയിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ഭരണം നടത്തുകയും ചെയ്തു. പക്ഷേ ആ ഭരണമെന്ന പേരേ ഉള്ളായിരുന്നു. ഭരണം നടത്താതെ വന്നവർക്കൊക്കെ ലോൺ കൊടുക്കുകയും ഇഷ്ടക്കാരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിൽ കൂടി ഈ ബാങ്കിൻ്റെ പ്രവർത്തനം പോയതുകൊണ്ട് ഈ പണം അങ്ങോട്ട് കൊടുത്തതല്ല ഇങ്ങോട്ട് കിട്ടുന്ന ഒരു സ്ഥിതി വന്നില്ല. ഈ പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥ വെളിയിൽ പറയാതെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും മറച്ചുവെച്ച് നിക്ഷേപകരിൽ നിന്ന് സ്ഥിരമായി നിക്ഷേപം വാങ്ങിക്കൊണ്ടിരുന്നു. ബാങ്ക് വളരെ സുരക്ഷിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന ധ്വനി ഉണ്ടാക്കത്തക്ക വിധത്തിലും കാര്യങ്ങൾ മുന്നോട്ട് നടത്തിയപ്പോൾ നിക്ഷേപകർ ഇഷ്ടംപോലെ പണം കൊണ്ടു കൊടുത്തു. ആ നിക്ഷേപത്തിൽ നിന്ന് പലിശക്കാർക്ക് പലിശ കൊടുക്കുകയും ജീവനക്കാരുടെ ശമ്പളം എടുക്കുകയും ഭരണസമിതി അംഗങ്ങൾ അവരുടെ സിറ്റിംഗ് ഫീ എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് പോയി. പക്ഷേ കഴിഞ്ഞ ഒക്ടോബർ ആയപ്പോഴാണ് ഈ കരുതൽ ധനം പോലും എടുത്ത് വിനിയോഗിച്ച് ഇതിൻ്റെ ബാങ്കിൻ്റെ അടിത്തൂൺ തന്നെ തകർത്ത് കഴിഞ്ഞപ്പോഴാണ് പലിശ ചോദിച്ചു വന്നവർക്കും നിക്ഷേപകർക്കും പൈസ തിരിച്ചു കൊടുക്കാനില്ല എന്നുള്ള സ്ഥിതി വന്നു. അത് മെല്ലെ മെല്ലെ വ്യാപകമായി വെളിച്ചത്ത് വന്നു. നിക്ഷേപകർ ഒരുമിച്ച് അവരുടെ നിക്ഷേപത്തിനും പലിശയ്ക്കുമായിട്ട് വന്നു. ആർക്കും ഒരു പൈസയും കൊടുക്കാനില്ലാത്ത ഗതികേട് വന്നു. അങ്ങനെ വന്നപ്പോൾ മാർച്ചിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൽ വന്നു. ആ അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ പിന്നീട് ഇവിടെ വന്ന കളക്ഷനുകൾ, ആ സമയത്താണ് ജീവനക്കാർക്ക് കുറച്ച് ചൂടൊക്കെ വന്നു. വായ്പ എടുത്തവരെയൊക്കെ വിളിക്കാൻ തുടങ്ങി, ചിലർക്കൊക്കെ കത്തയക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അടയ്ക്കാൻ താല്പര്യമുള്ള ആളുകൾ കുറേ പേര് അടച്ചു. ഇത് ഒരിക്കലും അടയ്ക്കേണ്ട എന്ന് വിചാരിച്ച് അടയ്ക്കാതിരുന്ന പാർട്ടികൾ അടയ്ക്കാതിരുന്നു. ബാങ്ക് പൊട്ടിയെന്ന് പ്രചരണം നടത്തി. ഈ പൈസ അവരിപ്പോഴും അടയ്ക്കാതിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി, ഈ കഴിഞ്ഞ മാർച്ചിന് ശേഷം 2 തവണയായിട്ട് ഇവിടുത്തെ നിക്ഷേപകർക്ക് 1 ലക്ഷം രൂപയ്ക്ക് 1000 രൂപ എന്ന പ്രകാരത്തിൽ 2 തവണ, അതായത് 1 ലക്ഷം രൂപയ്ക്ക് 2000 രൂപ വീതം ഇതുവരെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി എപ്പം കൊടുക്കുമെന്നോ എങ്ങനെ കൊടുക്കുമെന്നോ ഒരു നിശ്ചയമില്ല. ബാങ്കിൽ കളക്ഷൻ ഇല്ല. കൃത്യമായ നടപടികളൊന്നും ഈ പൈസ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും നടപ്പാക്കുന്നില്ല.